സ്വന്തം തട്ടകത്തിൽ ചെൽസി മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. തുടർച്ചയായ 6ാം തോൽവി എന്ന വലിയ പ്രതിസന്ധിയിലേക്കാണ് ബ്ലൂസ് ഇപ്പോൾ വീണിരിക്കുന്നത്. കളി തുടങ്ങി 2ാം മിനിറ്റിൽ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കി. തൈവോ അവോണിയിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തിയ ഫോറസ്റ്റ് ചെൽസി പ്രതിരോധത്തെ തുടക്കത്തിലേ ഞെട്ടിച്ചു. 19ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഇഗോർ ജീസസ് ലീഡ് 2ആക്കി ഉയർത്തി. 2ാം പകുതിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 52ാം മിനിറ്റിൽ അവോണി തന്റെ 2ാം ഗോളും ടീമിന്റെ 3ാം ഗോളും നേടിയതോടെ ചെൽസിയുടെ തിരിച്ചുവരവ് ഏതാണ്ട് അസാധ്യമായി. കളിയിലുടനീളം പന്ത് കൈവശം വയ്ക്കുന്നതിൽ ചെൽസി മുന്നിലായിരുന്നെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 90ാം മിനിറ്റിൽ ജാവോ പെഡ്രോ നേടിയ ആക്രോബാറ്റിക് ഗോൾ അവർക്ക് നേരിയ ആശ്വാസം നൽകിയെങ്കിലും അപ്പോഴേക്കും കളി അവരുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു. ചെൽസിയെ സംബന്ധിച്ച് ഇതൊരു കടുത്ത സീസണായി മാറുകയാണ്. ഒരു പുതിയ പരിശീലകന് കീഴിലും ടീമിന് സ്ഥിരത കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ആരാധകരെ നിരാശരാക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.